ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാവുന്ന ഹൈക്കോടതി. ജസ്റ്റിസ് അരുണിൻ്റെതാണ് ആ വിധി. കമ്മിറ്റി റിപ്പോർട്ട് ഒരാഴ്ചയുടെ കഴിഞ്ഞ ശേഷം മാത്രമേ പുറത്തുവിടാവൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷിക്കാനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് 2019 കൊടുത്തു. ഗവൺമെന്റ് 5 വർഷമായിട്ട് അതേ നടപടിയൊന്നും ഉണ്ടായില്ല. വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടു. സർക്കാർ അത് പുറത്തുവിടാമെന്ന് പറഞ്ഞു. സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തി പൊതു താല്പര്യമുള്ള കാര്യങ്ങളെപ്പറ്റി ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവയൊക്കെ പുറത്തേക്ക് വിടാം എന്ന് സർക്കാരും തീരുമാനമെടുത്തു. ജൂലൈ 24 അത് പുറത്തുവിടാമെന്ന് സർക്കാർ തീരുമാനിച്ചു. ജൂലൈ 24 4 മണിക്കകം പുറത്തുവിടാമെന്ന് പറഞ്ഞപ്പോൾ ജൂലൈ 24 3 മണിക്ക് നിർമ്മാതാവായ സജിമോൻ പാറയിൽ എന്ന ആള് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഒരു റിട്ട് കൊടുത്തു. ഇത് സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് പുറത്തുവിടാൻ പാടില്ല. എന്തായാലും കോടതി അദ്ദേഹത്തിന്റെ വാദഗതികൾ കേട്ടു. വിവരാവകാശ കമ്മീഷന്റെ അഡ്വക്കേറ്റ് കോടതി പറഞ്ഞു, സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പൊതു താല്പര്യമുള്ള കാര്യങ്ങളുടെ പുറത്തുവിടുന്നതിന് തടസ്സമില്ല എന്നുള്ള വാദഗതി കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഷജിമോന്റെ വാദഗതിയിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊഴി നൽകിയ ജീവന് തന്നെ ചിലപ്പം ഭീഷണി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കണക്കിന് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അവയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പൊതു താല്പര്യത്തോടെയുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടാവൂ എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞാൽ അത് തന്നെ ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും വരാൻ പോകുന്ന പുകിലെന്താണെന്ന് ഇനി അത് പുറത്തുവിടുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ ഒക്കുള്ളൂ. എന്തായാലും ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഏകദേശം ഒരു വർഷം എടുത്തു. നടി ശാരദയും ഉണ്ടായിരുന്നു കമ്മിറ്റിയിലെ, വേറെ ഒരു സ്ത്രീയും, അങ്ങനെ 3 പേരുടെ ആണ് ഇതേപ്പറ്റിയുള്ള 60ഓളം ആൾക്കാരുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ചില മൊഴികളൊന്നും തീർച്ചയായിട്ടും സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്തുവിടാൻ കഴിയില്ല. പക്ഷേ ആ കമ്മിറ്റിയുടെ മുമ്പായി ഹാജരായ സ്ത്രീകളുടെ അഡ്രസ്സ് പുറത്തുവിടും. ആരൊക്കെയാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ വെളിവാകും. അത് വിടുമെന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പം അതിൻ്റെ ഒരു സമഗ്രമായ ആളുടെ വിവരങ്ങൾ പുറത്തു വിടാതെ പൊതുകാര്യത്തെ ബാധിക്കുന്ന 60 പേരെ അഭിപ്രായത്തിന്റെ രത്ന ചുരുക്കം അത് മാത്രമായിരിക്കാം ചിലപ്പം പുറത്തുവിടുന്നത്. ഏതായാലും അത് പുറത്തുവിടുന്നതിന് തടസ്സമില്ല, പുറത്തുവിടാം എന്ന് ഹൈക്കോടതി ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇത് സംബന്ധിച്ചുള്ള നടപടി എടുക്കാവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ജഡ്ജിമെന്റ് ശരിയാകണം. അതിനിടയ്ക്ക് ഇത് സുപ്രീം കോടതി പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഫണ്ടമെന്റൽ റൈറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണോ? കാരണം ആൾക്കാരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്താല്, ആരെങ്കിലും പേര് ഡിസ്ക്ലോസ് ചെയ്താല് അത് അവരെ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ പൊതു താല്പര്യം പറയുന്ന കാര്യങ്ങളിലെ ചിലർക്ക്, ചില വ്യക്തികൾക്ക് പിടിക്കാത്ത കാര്യങ്ങളാണോ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഓരോ ഇൻസിഡന്റ് അതിനകത്ത് വിവരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻസിഡന്റിന് അതിന്റെ വാദി പ്രതി ഭാഗങ്ങൾ ആരെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നെ കുറിച്ച് നിഗമനത്തിൽ സോഷ്യൽ മീഡിയയിലും സിനിമാ പ്രേമികളൊക്കെ കൊണ്ടെത്തിക്കും. ഏതായാലും അതുകൊണ്ടാണ് ഞാനൊരു പുകിലെന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. ഏതായാലും ജസ്റ്റിസ് അരുൺ അത് പുറത്തു വിടാൻ തന്നെ പറഞ്ഞു. സ്വകാര്യതയെ അനിക്കാത്ത അല്ലെങ്കിൽ സ്വകാര്യതയെ അനിക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി പൊതു താല്പര്യ ഹർജിയിലെ പൊതു താല്പര്യമുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതിനുള്ള ഒരു ഓർഡറാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് എറണാകുളത്തെ നമുക്കറിയാം സിനിമാ നടന്റെ അല്ലെ നടിയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പുറത്താണ് ഈ ഒരു സംഭവത്തെ പറ്റി സിനിമാ മേഖലയിൽ പൊതുവായിട്ട് സ്ത്രീകളും പ്രത്യേകിച്ച് പുരുഷന്മാരും ആയിക്കോട്ടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളെ പറ്റിയൊക്കെ പൊതു. കാരണം പലരും അഭിനയിച്ചിട്ട് പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്, പലർക്കും പണം കിട്ടുന്നില്ല. സിനിമാ മേഖലയിലെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അഭിനയം മാത്രമല്ല അല്ലാത്ത രീതിയിലുള്ള ടെക്നീഷ്യന്മാരും മറ്റ് ബ്യൂട്ടീഷ്യന്മാരും വസ്ത്രാലങ്കാരം ചെയ്യുന്നവരും സ്റ്റണ്ട് മാസ്റ്റേഴ്സ് അങ്ങനെ ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ പലർക്കും മതിയായ വേതനം ലഭിക്കുന്നില്ല എന്നും വന്നിട്ടുണ്ടാവും. പിന്നെ സ്ത്രീകള് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കൂടുതലും സ്ത്രീകളാണ്
ഇതിനകത്ത് കൂടുതലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ വേദനകളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളൊക്കെ ഹേമ കമ്മീഷന്റെ മുമ്പാകെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും ആ സ്ത്രീകൾക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ സിനിമാ മേഖലയിൽ വേണ്ടതിനെ പറ്റിയൊക്കെ കാര്യമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരാഴ്ച സമയം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി പോകാനുള്ള സമയവും വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി അത് അംഗീകരിക്കാനുള്ള സാധ്യതയും കുറവാണ്.